കോട്ടയത്ത് ഇടത് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർദ്ദേശം. ജോലിക്ക് കയറിയ ശേഷം പര്യടനത്തിന് പോകണമെന്നാണ് വിജയപുരത്തെ 9-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ച നിർദ്ദേശം. പഞ്ചായത്ത് അംഗത്തിന്റെ നിർദ്ദേശം തൊഴിലുറപ്പ് മെയ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുകയായിരുന്നു. എന്നാൽ പര്യടനത്തിന് പോകാതെ തൊഴിലാളികൾ ജോലിക്ക് കയറി. എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ശ്രദ്ധയ്ക്ക് നാളെ നമുക്ക് രാവിലെ സൈറ്റിൽ പോയി ഫോട്ടോ എടുത്ത് വിടാം കേട്ടോ. എന്നിട്ട് പണിക്കിറങ്ങണ്ട, ഉച്ച കഴിഞ്ഞ് മാത്രം പണിക്കിറങ്ങിയാൽ മതി. നാളെ തോമസ് ചാഴിക്കാടന് സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, മെമ്പർ വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഈ പാവപ്പെട്ട തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഇടതുപക്ഷ നേതാക്കൾക്ക് ഇതൊരു താക്കീതാണ്. ഞങ്ങൾ പരാതി കൊടുക്കും. ഇതിനു മുമ്പും ഇവരുടെ ഇടയിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇത്തരം രാഷ്ട്രീയ പരിപാടികൾ പങ്കെടുപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ തടയിട്ടിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഇതൊരു കർശന നിർദ്ദേശം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നത് ടോബി ജോൺസണാണ്. ടോബി, ഈ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം, അതിൻ്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ കേട്ടത്. ശരിക്കും എന്താണിത്? സാധാരണഗതിയിൽ നമ്മൾ ഈ ഉഡായിപ്പ് എന്നൊക്കെ വിളിക്കുന്ന സംഭവമാണല്ലോ ഇത്. അതായത് ഒരു ജോലിക്ക് പോകുമ്പോൾ ആ ജോലി ചെയ്യാതെ മറ്റൊരു കാര്യത്തിൽ പോകുന്നു, അതിന് ഫോട്ടോ എടുത്തൊരു തെളിവെന്ന നിലയിൽ ഇടുന്നു എന്നൊക്കെ നമ്മൾ അങ്ങനെയല്ലേ വിളിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളുടെ കൃത്യമായ ലംഘനമല്ലേ ഇത്? തീർച്ചയായിട്ടും ഒരു മേറ്റിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അവരോട് പക്ഷേ അവിടുത്തെ വാർഡ് മെമ്പർ, 9-ാം വാർഡിലെ മെമ്പർ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. ഈ തൊഴിലുറപ്പിന് പോകാതെ ഈ പരിപാടിക്ക് വരണം, ഈ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാണ് ഈ മെയ്റ്റ് നമ്മളോടും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശബ്ദ സന്ദേശം ഇട്ടത് എന്ന് അവർ നമ്മളോടും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു തെറ്റായ കാര്യമാണെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ന് തൊഴിലിന് കയറി, ഇന്ന് തൊഴിലുറപ്പ് പരിപാടിയിൽ തന്നെയാണ് ഉള്ളത് എന്ന് അവരും നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF ആണിത് ഈ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നത്. UDF ഇതിനെതിരെ പരാതി നൽകാൻ കൂടി തയ്യാറായിരിക്കുകയാണ്. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻകുട്ടിയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള, ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അവരോട് ജോലിക്ക് കയറണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് പരാതി നൽകാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട് എന്നാണ്. കൃത്യമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ അത് തെറ്റായതാണ് എന്നുള്ളൊരു വിവരം തന്നെയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം തന്നെ ഇന്ന് ജോലിക്ക് കയറിയിട്ടുണ്ട്. അവർ ആ പരിപാടിക്ക് പോകാതെ അവർ കൃത്യമായി ജോലിക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സന്ദേശം അയക്കുന്നത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നവകേരള സദസ്സിന് സമയത്ത് സമാനമായ രീതിയിലുള്ള ചില തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഇതുപോലെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു ആരോപണമാണ് UDF മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പ്രചരണ രംഗത്ത് ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കവും UDFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുമുണ്ട്. ടോബി, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ടോ, അതോ അവർ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? UDF പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണമാണ്. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ ഒരു വിഷയം അറിഞ്ഞ ഉടൻ തന്നെ തൊഴിലാളികളോട് ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കരുത്, നിങ്ങൾ സമയത്ത് തൊഴിലെടുക്കുക തന്നെ ചെയ്യണം, അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ജോലിക്ക് കയറി. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള നീക്കം കൂടി ഈ UDFന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനുള്ള ഒരു നീക്കം ഇപ്പോൾ UDFും അതുപോലെ തന്നെ കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളത്. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ആ കാര്യം നമ്മളോട് പറയുകയും ചെയ്തു. എന്തായാലും നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ശരി, കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ടോബി ജോൺസൺ ആണ്.